ഗൗതം, കടലിടുക്കിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വീണ്ടും പശ്ചിമേഷ്യ ആശങ്കയിലാണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല. ഇങ്ങനെ അല്ല, പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലേക്ക് എങ്ങനെ പ്രശ്നപരിഹാരം ഉണ്ടാകാനാകും? അങ്ങനെ ഉണ്ടാകാത്ത നല്ല ഒരു കണക്കിന്. കാരണം പാകിസ്ഥാൻ എന്തായാലും ഒരു നല്ല ഉദ്ദേശത്തോടെ ഒരു കാര്യം ചെയ്യത്തില്ല. അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മനസ്സിലായിട്ടുണ്ട്. അത് അവരതിൽ നിന്ന് പിന്മാറിയത്. കാരണം പാകിസ്ഥാൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ച് നമ്മൾ പറഞ്ഞു. അല്ലാതെ നമുക്കിപ്പോൾ അവിടെയുള്ള മുഴുവൻ ആൾക്കാരെ പറ്റിയല്ല പറയുന്നത്. പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക ദേശത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ചതിയും വഞ്ചനയും. അതൊരു മതരാഷ്ട്രമാണ്. ഒരു മതരാഷ്ട്രത്തിനും ഒന്നും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഭാരതത്തെ പോലൊരു മാത്രമായ ദേശമല്ലത്. അതുകൊണ്ട് പറയുന്നു. തീർച്ചയായും. അപ്പോൾ നമുക്ക് നോക്കാം. മൂന്നാം ദിവസവും ഹോർമൂസിൽ ഉപരോധം ശക്തമാക്കിയ അമേരിക്ക. ഉപരോധം മറികടക്കാൻ ശ്രമിച്ച 10ഓളം ഇറാൻ കപ്പലുകൾ തിരിച്ചയച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഉപരോധം മറികടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ശബ്ദ സന്ദേശങ്ങളും US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടു. അതേസമയം ഉപരോധം തുടർന്നാൽ US കപ്പലുകളെ ലക്ഷ്യം വെക്കുമെന്ന് മോജ്തബ ഖമനേയുടെ സൈനിക ഉപദേഷ്ടാവ് മൊഹസൻ റൊസേയി പറഞ്ഞു. ആദ്യം ആ പ്രതികരണം ഒന്ന് കാണാം. The U.S. has announced a formal blockade of Iranian ports and coastal areas. This is illegal action. All vessels are advised to immediately return to port if leaving and discontinue transit to Iran if that is your next port of call. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഗൗതം ഐസൺ ജോസ് ആണ് ചേരുന്നത്. ഐസൺ, വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഐസൺ, അതായത് ഈ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും വീണ്ടും കൊമ്പ് കോർക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതുവരെയും അമേരിക്ക വരച്ച വരയിലൊക്കെ ഇറാനെ അല്പമെങ്കിലും നിർത്താൻ സാധിച്ചുവെങ്കിലും ഇന്ന് ഈ ഘട്ടത്തിൽ ഇറാൻ വീണ്ടും കപ്പലുകൾ അയക്കുന്നു, അമേരിക്ക വീണ്ടും കപ്പലുകൾ അയക്കുന്നു. അമേരിക്ക അനുസരിക്കില്ല എന്ന് ഇറാൻ പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ഈ സാഹചര്യം? ഒപ്പം മൊജ്തബ ഖമനേയുടെ സൈനിക ഉപദേഷ്ടാവ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നതും. എങ്ങനെ നോക്കിക്കാണാം ഇനി എന്താകും പശ്ചിമേഷ്യ? അശ്വതി, ഇറാൻ്റെ ഈ ഭീഷണി അല്ലെങ്കിൽ ഇറാൻ്റെ സൈനിക ഉപദേഷ്ടാവിൻ്റെ മൊജ്തബ ഖമനേയുടെ സൈനിക ഉപദേഷ്ടാവ് മൊഹസൻ റസയുടെ ഈ ഭീഷണി എന്ന് തന്നെ അതിന് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളെ ആക്രമിക്കാനും അതിനെ ലക്ഷ്യമിടാനും ഒന്നുമുള്ള സാധ്യത നിലവിൽ ഇറാനില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഭീഷണിയുടെ സ്വരത്തെ അമേരിക്ക വകവയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നിലവിലെ സാഹചര്യത്തിൽ കരുതുക വയ്യ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹോർമൂസിൽ ഈ മൂന്നാം ദിവസവും ഉപരോധം അതിശക്തമായി തുടരുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ സാഹചര്യത്തിൽ നിരവധി കപ്പലുകൾ തിരിച്ചയക്കുന്നു. ഇറാൻ്റെ ബന്ദർഅബ്ബാസ് പോർട്ടുകളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഹോർമൂസുമായി ബന്ധപ്പെട്ട പോർട്ടുകളിൽ നിന്നെല്ലാം തന്നെ വരുന്ന കപ്പലുകളെ കർശനമായി തിരിച്ചയക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 10ഓളം കപ്പലുകൾ തിരിച്ചയച്ചു. ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദശകലം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അവിടെ പട്രോളിംഗ് നടത്തുന്ന അല്ലെങ്കിൽ അവിടെ നിരീക്ഷണം നടത്തുന്ന കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ, അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ആ അതിർത്തിയെ, ബ്ലോക്കേഡിനെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഉപരോധത്തെ കടന്നു പോകുന്ന നീക്കങ്ങൾ നടത്തുന്ന ഇറാൻ കപ്പലുകൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പിൻ്റെ ശബ്ദശകലമാണ് ഇപ്പോൾ കേട്ടത്. US സെൻട്രൽ കമാൻഡ് തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തത്. ഇത്തരത്തിലുള്ള കർശന നിർദ്ദേശങ്ങൾ നൽകി കപ്പലുകളെ പൂർണ്ണമായും ഒരു ബന്ധനാവസ്ഥയിൽ ഇറാനെ കൊണ്ട് എത്തിക്കുക എന്നൊരു നീക്കം തന്നെയാണ് നടക്കുന്നത്. അതേസമയം 2 ദിവസത്തിനുള്ളിൽ ഇന്നോ നാളെയൊക്കെയായി ചർച്ചകൾ ആരംഭിക്കുമെന്നൊരു നിരീക്ഷണവും അല്ലെങ്കിൽ ചില വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത് ഏതാണ്ടൊക്കെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ തന്നെ. എങ്കിലും ആ കാര്യത്തിൽ എത്ര കണ്ട് പ്രായോഗികമായി നടപടികൾ സ്വീകരിക്കപ്പെടുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ചർച്ചകൾക്കുള്ള സാഹചര്യം ഇനിയും നിലനിൽക്കുന്നത് നേരത്തെ ഗൗതവും അശ്വതിയും സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനാണ് മധ്യസ്ഥം വഹിച്ചത്. വീണ്ടും പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിലേക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പരിഹരിക്കപ്പെടുമെന്നുള്ള സാഹചര്യം ആ ഒരു മധ്യസ്ഥത കൊണ്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. ആ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അതിശക്തമായി ഈ സംവിധാനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, അല്പസമയം മുമ്പ് വന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഫ്രാൻസും അതുപോലെ തന്നെ ബ്രിട്ടനും സംയുക്തമായി ഹോർമൂസിലെ സുരക്ഷ ഒരുക്കുന്നതിനുള്ള ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു സംവിധാനം, ഒരു ഉച്ചകോടിക്ക് സമാനമായ രീതിയിലുള്ള നീക്കങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഹോർമൂസിൽ ഈ ഉപരോധം ഏർപ്പെടുത്തിയതിനെ NATO രാജ്യങ്ങൾ എതിർക്കുകയാണ്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എതിർക്കുകയാണ്. അത്തരത്തിൽ ഈ സ്വതന്ത്രമായ നാവിഗേഷന് വേണ്ടി നിലകൊള്ളുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ഈ നീക്കത്തെ എതിർക്കുന്നൊരു സാഹചര്യമുണ്ട്. അവരുടെ കൂടി ഒരു സമ്മർദ്ദം കൂടി വരുന്നൊരു സാഹചര്യത്തിൽ ഒരു പരിധിവരെ ഇറാൻ്റെ കടുംപിടുത്തങ്ങൾ ഒഴിവാക്കാനും ഈ ഹോർമൂസിലെ തടസ്സങ്ങൾ നീക്കാനും ഹോർമൂസ് പഴയതുപോലെയാക്കാനുമുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുതന്നെയായാലും നിർണായകമായ സമയങ്ങളിലൂടെ കാര്യങ്ങൾ കടന്നു പോകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി ഇപ്പോൾ നമുക്ക് നിരീക്ഷിക്കാനും സാധിക്കുന്നുണ്ട്.